ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഇന്നും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം അവർ അറിയിക്കും. ഇന്ന് രാവിലെ നിയമസഭാ കവാടത്തിന് മുന്നിൽ ഒത്തുകൂടിയ ശേഷം പ്രകടനമായി സഭയ്ക്കകത്തേക്ക് കയറി ചെല്ലും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുമെന്ന് അറിയുന്നു. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ജിബിൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്നും പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 2 MLA-മാർ ഇപ്പോഴും നിരാഹാരം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ കവാടത്തിന് മുന്നിൽ ഒത്തുകൂടിയ ശേഷം അവിടെ നിന്ന് പ്രകടനമായിരിക്കും പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്ക് അകത്തേക്ക് പോകുക. ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടെ ഏറ്റെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്ന്, നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇതുവരെ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാന അജണ്ടയും എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രത്യേക പ്രസ്താവന തന്നെ സഭയിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി അത് മറ്റു മാനേജ്മെന്റുകൾക്കും അനുകൂലമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നൊരു പ്രസ്താവന ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭ അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി, കാരണം ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത സമയം കൂടിയാണ്, അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന കൂടി നടക്കാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം, അതായത് സ്പീക്കറുടെ ഡയസിൽ അകത്തേക്ക് പോലും പ്രതിപക്ഷം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SITക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് സമർപ്പിക്കാത്തതെന്ന്, കുറ്റപത്രം സമർപ്പിക്കാത്തതെന്ന് പോലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഭരണപക്ഷത്തിന് അനുകൂലമായ ഒരു നിരീക്ഷണമായാണ് ഉണ്ടായത്. കാരണം SITയുടെ അന്വേഷണം എന്ന് പറയുന്നത് ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. വളരെയധികം സങ്കീർണമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി കാലതാമസം എടുക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങില്ല. അതായത് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായി. അത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും അത് കേസ് അന്വേഷണത്തെ സ്വാഭാവികമായും ബാധിക്കില്ല. അത് നോക്കുന്നതിന് വേണ്ടി കോടതി ഇവിടെ ഉണ്ടെന്ന തരത്തിൽ SITക്ക് അനുകൂലമായ ഒരു നിരീക്ഷണം കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ തന്നെയാണെന്ന് ഭരണപക്ഷത്തിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.